ബസ്സിൽ വെച്ചിട്ട് മോശം അനുഭവം ഉണ്ടാവുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ആണുങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു വ്യക്തിയാണ് എന്റെ കൂടെ ഇരിക്കുന്നത്. ആള് +1 പഠിക്കുന്ന സമയത്ത് കേട്ടോ ജിമ്മിൽ പോവാണ്. അതായത് സ്കൂള് കഴിഞ്ഞിട്ട് നേരെ ജിമ്മിൽ പോകുന്നല്ലേ. കുറച്ച് ചെറിയ ജിമ്മന്മാരുണ്ടായിരുന്നു, ഞാൻ റാഫി, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഞങ്ങള് പ്രൈവറ്റ് ബസ്സിലാണ് കൊട്ടിയത്ത് ബ്രൗണിൽ പോകുന്നത്. അപ്പൊ ആ സമയത്ത് നല്ല തിരക്കാണ് പ്രൈവറ്റ് ബസ്സിൽ, അറിയാലോ. അപ്പം പോയി കൊട്ടിയത്ത് ഇറങ്ങി ഞാൻ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് നിന്റെ കാലില് എന്തോ ഇരിക്കുന്നല്ലോ തുടയിലൊക്കെ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, അന്ന് ബൂട്ട് കട്ട് പാൻസും ടൈറ്റ് ഒക്കെ ഇല്ല. തിരക്കിനിടയിൽ ആരെങ്കിലും എന്നെ ടച്ച് ചെയ്യണം എനിക്ക് അറിഞ്ഞാൽ, പക്ഷെ അറിഞ്ഞില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഒരു വൈറ്റ് കുഴകുഴാന്നുള്ള ലിക്വിഡ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി പണി പാളി. അപ്പോൾ ഞാനങ്ങ് മൈൻഡൊക്കെ അങ്ങ് ഡൗൺ ആയി വല്ലാണ്ടായി. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് റാഫി ആക്ച്വലി ആ സമയത്ത് ഭയങ്കര മെന്റൽ സപ്പോർട്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞിട്ട് അത് വേറൊന്നുമില്ല, പിള്ളേർ കൊച്ചു പിള്ളേരെല്ലാം ഗമ്മും എല്ലാം അടിച്ചൊടിച്ചായി. അപ്പം ഞാൻ പറഞ്ഞു ഗമ്മൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം അവനൊരു ബുക്കൊക്കെ കീറി പേപ്പർ എടുത്ത് എനിക്ക് ഞങ്ങൾ രണ്ടും കൂടെ തുടച്ച് കളഞ്ഞു. എന്നിട്ട് ജിമ്മിൽ പോയിരുന്ന് ആപ്പാടെ പ്രാന്തായി, മൈൻഡ് അങ്ങ് മൊത്തം ഡൗൺ ആയി. എന്ത് ചെയ്യണില്ല, അന്നത്തെ വർക്കൗട്ട് ചെയ്തില്ല. 3-4 ദിവസത്തേക്ക് മൈൻഡ് ഔട്ടായി, ഫുള്ള് മൈൻഡിൽ കൂടെ പോകുന്നത്. അപ്പോഴാണ് അവൻ പറഞ്ഞത് ഏതൊരു കിളവൻ, ഒരു മുണ്ടെടുത്ത ഒരു കിളവൻ അതിനടുത്ത് വിരവൊന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പലരെയും പോയി ജാക്കി വെച്ചു എന്നാണ് എന്ന് പറയുന്നത്. പക്ഷെ എന്റെ അടുത്തായിരിക്കണം ചിലപ്പം അവൻ തെറിപ്പിച്ചത് എന്നാണ് പറയാൻ. ഞാൻ അതുകൊണ്ട് അറിഞ്ഞില്ല. ഇത് ആപ്പാടെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഞാൻ മനസ്സ് മൊത്തവും ഇപ്പോഴും അവനെ ആ സമയത്ത് എന്റെ കൈ കിട്ടിയിരുന്ന അടിച്ച് റൊട്ടി അയക്കുന്ന മുട്ട ചവിട്ടി പൊട്ടിക്കുന്ന മാനസികാവസ്ഥയാണ് എനിക്ക് ഇപ്പോഴുള്ളത്. പക്ഷെ ആളെ അറിയത്തില്ല ലൈഫിൽ എന്താ. ഞാൻ എപ്പോഴും ചിന്തിക്കും, ആണായ എനിക്ക് ഇത്രയാണെങ്കിൽ ഒരു പെൺകൊച്ചുങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോടും താല്പര്യം പൊട്ടും. എന്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനത്തെ ഇത്തരം കാണിക്കുന്നത് ഞാൻ പിടിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യം അന്നേ ഉണ്ട്. അന്ന് കൂട്ടുകാരോടും പറയും ഇമ്മാ ഇതിന്റെ ഇത്തരം കാണിക്കാൻ പോലും. ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അടുത്ത് വന്നിട്ട് തൊടയിലൊക്കെ കഴിക്കും. എന്നിട്ട് പറയും കുഴപ്പമില്ല, ബാഗ് എടുത്ത് വെച്ചോ, ആരും അറിയത്തില്ല. അപ്പൊ രണ്ട് തെറി വിളിക്കും. ഞാനങ്ങനെ പിടിച്ച് എപ്പോഴേ പൊട്ടിച്ചാൻ. ഈവൻ ഞാൻ ചില സെനാരിയിൽ പൊട്ടിച്ചിട്ടുമുണ്ട് ചിലവരെ. കാര്യം ഇത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് പറഞ്ഞ സ്പോട്ടിൽ പ്രതികരിക്കുക. അന്ന് ഞാൻ അറിഞ്ഞില്ല. അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് എന്നെ ക്ലവനെ ഞാൻ തല്ലിക്കൊന്നാനെ, പുള്ളിയല്ല ഞാൻ ഉപദേശിച്ചാണ്. പക്ഷെ ഇത് എല്ലാവരും പറയുന്നിട്ടുള്ളൂ, ഇപ്പോൾ ഉള്ള പെൺപിള്ളേർക്ക് ഇതിന്റെ ആവശ്യമില്ല. എങ്കിലും എല്ലാവരും ഈ പറഞ്ഞ ഹരാസ്മെന്റ് ചെയ്യാതിരിക്കാൻ നല്ല സ്പോട്ടിൽ പ്രതികരിക്കുക. ഒന്ന് തുറിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. പലവന്മാര് ഇത്ര ഗഡ്സ് ഒന്നും കാണത്തില്ല. പിന്നെ എന്താ പറയണത്, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. ആ ഒരു സീരീസിൽ സെയിം ഇതുപോലത്തെ ഒരു ഇൻസിഡന്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ആണിനല്ല, ഒരു പെൺകുട്ടിക്ക്. പിന്നെ ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന മെന്റലി ഉണ്ടാവുന്ന ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും വലിയൊരു ഇഷ്യൂ ആണ്. പക്ഷെ നിങ്ങളിങ്ങനെ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഈ യഥാർത്ഥ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന ആൾക്കാർ പോലും ആൾക്കാരോട് തുറന്നു പറയാനോ പ്രതികരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ ഭയങ്കരമായിട്ട് മടിക്കും, സപ്പോർട്ട് കിട്ടത്തില്ല. സോ ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ വരാതിരിക്കട്ടെ, ജെനുവൻലി നടക്കുന്ന ഇൻസിഡന്റ്സ് ഒക്കെ പുറത്തു വരട്ടെ, അത്രേ ഉള്ളൂ.